നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അമാൽഗമേഷൻ എന്ന് പറഞ്ഞ മൊഡ്യൂളിലെ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്താണ്, അതിൻ്റെ ഡിഫറൻസ്, കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ദെൻ അതിൻ്റെ കൂടെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ഇതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇതോടുകൂടി വീഡിയോ കൂടി കൂടിയാകുമ്പോൾ നമ്മളുടെ പാർട്ട് 11th വീഡിയോ ആണ്. അപ്പോൾ 1 തൊട്ട് 10 വരെയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. വീഡിയോയിൽ 11th വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും 10 വരെയുള്ള വീഡിയോ 1 തൊട്ട് 10 വരെയുള്ള വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ആ ലിങ്ക് വഴി പോയി വീഡിയോസ് കാണാവുന്നതാണ്, ക്ലാസ് പഠിക്കാവുന്നതാണ്. സോ അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരിലുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്? എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് ഒരു പുതിയ കമ്പനിയായിട്ട് മാറുക, ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുക. സോ എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് ഒരു പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു വൺ ലിക്വിഡേഷൻ വൺ ഫോർമേഷൻ ഇസ് ഹാപ്പൻ ഇൻ ദ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. അമാൽഗമേഷനിൽ 2 കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനി ഫോം ചെയ്യലായിരുന്നു. മിനിമം 2 കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്നു, പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. അബ്സോർപ്ഷനിൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി വേറൊരു എക്സിസ്റ്റിംഗ് കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നു. ദർ ഇസ് നോ ന്യൂ ഫോർമേഷൻ ഓഫ് കമ്പനി. ഹിയർ one company is liquidate and form a new company. സോ എന്തിനു വേണ്ടിയായിരിക്കും? ഒരു എക്സ്റ്റേണൽ റീഓർഗനൈസേഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ റീഓർഗനൈസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവരത് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അമാൽഗമേഷൻ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 2 കമ്പനിയാണ് ലിക്വിഡേറ്റ് ചെയ്യുന്നത്. പക്ഷേ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഒരു കമ്പനിയാണ്. കോമ്പിനേഷനാണ്. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ 2 കമ്പനിയുടെ കോമ്പിനേഷനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ് ലിക്വിഡേറ്റ് ചെയ്ത് പോയി കമ്പൈൻ ചെയ്ത് പോകുന്നത്. ദെൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് കോമ്പറ്റീഷൻ ആണ് അമാൽഗമേഷൻ്റെ കേസിൽ. ഇവിടെയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ ഓഫ് കമ്പനീസ് ഇൻവോൾവ് മിനിമം 3 ആണ് അമാൽഗമേഷനിൽ. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണെങ്കിൽ 2 ആണ്. ദെൻ അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. അബ്സോർപ്ഷൻ്റെ കേസിൽ ഫോർമേഷൻ, നോ ഫോർമേഷൻ. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ 1 കമ്പനി ഈസ് ഫോംഡ്. അബ്സോർപ്ഷൻ്റെ മീനിങ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് കമ്പനി വേറെ എക്സിസ്റ്റിംഗ് കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നു. അതേസമയം എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പുതിയൊരു കമ്പനി ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. The balance sheet of Udaya Limited was follows. Share capital 2 lakh, reserve fund 1,04,000. There is not number is there for share capital and reserve surplus. Non-current liabilities, long-term borrowings, debentures is 1 lakh. Trade payable creditors is 82,000. And there is a short-term provision that is reserved for doubtful debts. That's against debtors is 3,500. ഡെപ്റ്റേഴ്സിന് അഗേൻസ്റ്റ് ഉള്ള പ്രൊവിഷൻ ആണ് എങ്കിൽ പോലും ഡെപ്റ്റേഴ്സ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഫുൾ വാല്യൂ എത്രയാണോ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് തന്നിരിക്കുന്നത് ആ ഫുൾ വാല്യൂ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് അല്ലെങ്കിൽ റിസർവ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ക്രെഡിറ്റ് സൈഡിൽ ഈ വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതായത് നമ്മുടെ റൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ. ദെൻ പിന്നെ ടാഞ്ചിബിൾ അസറ്റ്സ് ഷെഡ്യൂൾ നമ്പർ 3 അല്ലെങ്കിൽ നോട്ട് നമ്പർ 3 2 lakh. ഇൻടാഞ്ചിബിൾ അസറ്റ് ആസ് ഗുഡ് വിൽ 1 lakh. Then inventories 83,000, trade receivable, and there is another not to account for note number 4 74,000, cash and cash equivalents 32,500. Then not to account in share capital, there are both type of share capital is there. One is preference share and another equity share. And preference share, there is a number of share is 12,000 and percentage of dividend is 6. So 12,000 6% dividend of shares per share value is 10, amount 1,20,000. And in the case of equity share 8,000, number of equity share per value share is 10, amount 80,000. How we will get? And this way we will get the 2 lakh. Amount of total of share capital is 2 lakh. Then reserves and surplus, general reserve 84,000 and P&L surplus 20,000, 1,04,000. Then tangible asset building 1,10,000, plant 90,000, and trade receivable debtors 70,000 and bills receivable 4,000. And remind you one thing, in debtors there is a provision is against the debtors, but we should transfer the net value, gross value അല്ലെങ്കിൽ തന്നിരിക്കുന്ന amount 70,000. What is the exact amount of debtors that should be transferred on the debit side, and the debtors provision against the debtors should be transferred on the credit side. That is 3,500. നമുക്ക് further informations നോക്കാം. Udaya Limited, that is a new company. It was registered and following scheme of reconstruction was arranged. All assets and liabilities except cash, and please careful,
and they are not take over the cash. So we should open a bank account where transfer to the Navodaya Limited. Allotment of 11,15% preference shares of rupees 10 each, fully paid for each 10 preference shares held in Udaya Limited. Udaya Limited umai bandhappette preference shareholders preference share thaneyanu issue cheyyunnathu. That is the ratio is there. So intrinsic value pole thane ratio aanu thanirikkunnathu. Namukku purchase consideration calculate cheyyumbol enganeyaanu nokkam. Then 20 equity shares of rupees 10 each credited as rupees 9 paid for each 16 equity shares held. അതും ഇക്വിറ്റി ഷെയർ ആയിട്ട് തന്നെയാണ് അയാൾക്ക് റിട്ടേൺ കൊടുക്കുന്നത്. എങ്ങനെയാണ് ഫർദർ ഇൻഫർമേഷൻ എന്നുള്ളത് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കാണുമ്പോൾ നോക്കാവുന്നതാണ്. അടുത്തത് sufficient debentures to enable the existing debenture holders to be satisfied at a premium 5% on their holdings by issue of 16% debentures in Navodaya Limited. Udaya Limited debentures പകരം Navodaya Limited debentures ഇഷ്യൂ ചെയ്യുന്നു പ്രീമിയത്തിൽ 5% പ്രീമിയത്തിൽ. അതും ഡിബഞ്ചേഴ്സിന് നേരിട്ടാണ് കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. Equity shares were made fully paid and collecting the balance amount. Okay, then the expenses of liquidation of Udaya Limited is 7,500. Vendor company ke expense vannundu 7,500 expense vannittundu. Then show the necessary journal entry, ledger account and journal entries. So ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നേരെ പർച്ചേസ് കൺസിഡറേഷനിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് നമുക്കറിയാം. ഇവിടെ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. നമുക്ക് നേരെ പർച്ചേസ് കൺസിഡറേഷനിലേക്ക് പോകാം. എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ നോക്കാം. പ്രിഫറൻസ് ഷെയർ ആയിട്ടും ഇക്വിറ്റി ഷെയർ ആയിട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. നോ അതർ ഫോം ഇസ് ദെയർ. ഫസ്റ്റ് പ്രിഫറൻസ് ഷെയർ പറയുന്നത് 11 ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഫോർ ഈച്ച് 10 ഷെയർസ്. എല്ലാ 10 ഷെയറിനും 11 ഷെയർ. ഓരോ 10 ഷെയറിനും 11 ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. സോ ഇഷ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ന്യൂമറേറ്റർ ആയിട്ടും ഏത് ഷെയറിന് അഗേൻസ്റ്റ് ആണ്? 10 ഷെയറിന് അഗേൻസ്റ്റ് ആണ്. അതുകൊണ്ട് ഡിനോമിനേറ്റർ ആയിട്ടും 11/10. അവിടെ നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ 12,000 ആണ്. എഗ്രീഡ് വാല്യൂ 10 രൂപ തന്നെയാണ്. സോ 11/10 ഇൻറ്റു 12,000 ഇൻറ്റു 10 1,32,000 ആണ്. സോ ഇവിടെ എക്സസ് 12,000 എമൗണ്ട് എക്സസ് കൊടുത്തിട്ടുണ്ട്. കാരണം ആക്ച്വലി പ്രിഫറൻസ് ഷെയർ ഉദയ ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ 1,20,000 ആണ്. പക്ഷേ ഇവിടെ നവോദയ ലിമിറ്റഡിൻ്റെ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ അത് 1,32,000 ആയി. അപ്പോൾ എക്സസ് വരുന്ന 12,000 റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ ഇക്വിറ്റി ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്തത് 20 ആണ്. എത്ര ഷെയറിന്? 16 ഷെയറിന്. അപ്പോൾ 20/16 ഇൻറ്റു 8,000 ഇൻറ്റു 9. ഒരു ഷെയറിന് 9 രൂപ വെച്ചാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് 90,000. സോ 9,000 അവർ 0 വിട്ടുപോയിട്ടുണ്ട്. 90,000 ആണ്. അങ്ങനെ ടോട്ടൽ 2,22,000 ആണ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ? ഇക്വിറ്റി ഷെയർ ആയിട്ട് 20/16 ഫോർ ഇഷ്യൂ 20 ഷെയർസ് ഫോർ എവറി 16 ഷെയർസ് ഇൻറ്റു നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഇസ് ഉദയ ലിമിറ്റഡ് ഈസ് 8,000 ആൻഡ് ദേ ആർ അഗ്രീഡ് ടു ഷെയർ the value of agreed value of equity share is 9. Then realization account like പോവുകയാണെങ്കിൽ accept cash, all other assets and liabilities are they are taken. Even though all liability we said, it means except share capital and reserves and surplus. So ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അസറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഗുഡ്വില്ല്, ബിൽഡിംഗ്, ഇൻവെന്ററി, ഡെപ്റ്റേഴ്സ് is in full value 70,000. Planned bills receivable, that's the first step. Transfer of all assets except cash into debit side of realization account at the book value. Then creditors, debentures, reserve for doubtful debts. അതായത് ലയബിലിറ്റി സൈഡിലേക്ക്, ലയബിലിറ്റി ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി ആൻഡ് ദ സെയിം ബുക്ക് വാല്യൂ ആൻഡ് ഷുഡ് റിമൈൻ വൺ തിങ്. Reserve for doubtful debts is transferred on the credit side and on the debtors value is transferred on the gross, not the net value. മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എല്ലാ മൈനസ് ചെയ്യാത്ത ഫുൾ വാല്യൂ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് നവോദയ ലിമിറ്റഡ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്ത എമൗണ്ട് 2,22,000 ആണ്. ദെൻ പ്രിഫറൻസ് ഷെയർ എക്സസ് കൊടുത്തതിൻ്റെ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൂടാണ്ട് റിയലൈസേഷൻ എക്സ്പെൻസും ഉണ്ട്. സോ അത് ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബാങ്ക് എന്ന് പറഞ്ഞാൽ 7,500, ദാറ്റ് ഇസ് റിയലൈസേഷൻ എക്സ്പെൻസസ് മെഡ് ബൈ വെൻഡർ കമ്പനി, ദാറ്റ് ഇസ് ഉദയ ലിമിറ്റഡ്. ദെൻ പ്രിഫറൻസ് ഷെയർ എക്സസ് എമൗണ്ട് കൊടുത്തു 12,000, അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആണ് വന്നത്. അത് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു 69,000. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട് 32,500. അതിൽ നിന്ന് നമുക്ക് വേറെ പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് നമുക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല. ദെൻ വേറെ ഒരു അസറ്റും സെയിൽ ചെയ്തിട്ടില്ല. എല്ലാ അസറ്റും അവർ ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ നമുക്ക് ആകെ പേയ്മെൻറ്റ് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്ന പേയ്മെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് 7,500 ആണ്. ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ് ദാറ്റ് എമൗണ്ട് ദാറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ബാലൻസിങ് ഫിഗർ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 25,000 എഴുതുക. അടുത്തത്
പർച്ചേസിംഗ് കമ്പനിയുടെ ബുക്കാണ് നവോദയ ലിമിറ്റഡ്. നമുക്കറിയാം ഓൾറെഡി പർച്ചേസിംഗ് കമ്പനിയുടെ പേര് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എഴുതിയിട്ടുണ്ട്. ആ റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഡെബിറ്റ് സൈഡിൽ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 2,22,000 എഴുതി. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തത് എന്നുള്ള എമൗണ്ട് ആണ് എഴുതേണ്ടത്. അത് ഷെയർസ് ഇൻ ഇക്വിറ്റി ഷെയർസ് ഇൻ നവോദയ ലിമിറ്റഡും പ്രിഫറൻസ് ഷെയർസ് ഇൻ നവോദയ ലിമിറ്റഡ് രണ്ടും എമൗണ്ട് ആണ്. അത് നമ്മൾ ഓൾറെഡി പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് എഴുതി കണ്ടുപിടിച്ചതാണ്. അങ്ങനെ നമുക്ക് 2,22,000 കിട്ടി. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, നമുക്കിവിടെ 2 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവുന്നത് നമ്മൾ 2 സെപ്പറേറ്റ് ആണ് ഈ കണക്കിൽ പ്രിപ്പയർ ചെയ്യുന്നു. ഇതിനു മുമ്പ് പ്രിപ്പയർ ചെയ്തില്ല, പക്ഷേ ഇവിടെ നമ്മൾ 2 ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടും ഇവിടെ എഴുതുമ്പോൾ നമ്മൾ നേരെ ആദ്യം ബാലൻസ് ഷീറ്റിലേക്ക് പോവുക. ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എഴുതുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും റിസർവ്സും സർപ്ലസ് എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഫിക്റ്റീഷ്യസ് അസറ്റ് ഉണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. സപ്പോസ് നമുക്ക് പി ആൻഡിൽ സർപ്ലസ് നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസിലേക്ക്, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, മറന്നുപോയതാണ്. പ്രോഫിറ്റ് ആണെങ്കിൽ അപ്പോൾ റിസർവിൽ നിന്നും മൈനസ് ഫിഗർ ആണ് പി ആൻഡിൽ, സർപ്ലസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പി ആൻഡിൽ എന്ന് പറഞ്ഞ് റിസർവ്സ് ആൻഡ് സർപ്ലസിനകത്ത് മൈനസ് ഫിഗർ ആണെങ്കിൽ ദാറ്റ് മീൻസ് ലോസ് വന്നു കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിലേക്കാണ്, പ്രോഫിറ്റ് വന്നാലാണ് ക്രെഡിറ്റ് സൈഡിലേക്ക്, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പോസിറ്റീവ് ഫിഗർ ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഈ ഫിക്റ്റീഷ്യസ് അസറ്റ് നമുക്ക് എന്താണ് അവിടെ മൈനസ് ഫിഗർ ആണ് വരുന്നത്, അപ്പോൾ അതും മൈനസ് ഫിഗർ വന്നാലും ഇവിടെ ഡെബിറ്റ് സൈഡിലേക്കാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും വരുന്നില്ല. ഷെയർ ക്യാപിറ്റൽ 80,000, ജനറൽ റിസർവ് 84,000, സർപ്ലസ് 20,000 ഇങ്ങനെ വരുന്നുള്ളൂ അല്ലേ. സർപ്ലസ് 20,000 ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എഴുതാറുള്ളത്. ഡെബിറ്റ് സൈഡിൽ അവർക്ക് എങ്ങനെയാണ് ഷെയർ കിട്ടിയത്, ഇക്വിറ്റി ഷെയർസ് ഇൻ നവോദയ ലിമിറ്റഡ് ദാറ്റ് ഇസ് 90,000. ദെൻ അതുകൂടാതെ ബാങ്കിനകത്തുള്ള ഡിഫറൻസ് ബാലൻസ് എമൗണ്ട് 25,000. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് നോക്കുമ്പോൾ ഒരു റിയലൈസേഷൻ ലോസ് വന്നിട്ടുണ്ട്, അതും ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു 69,000. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് ആദ്യം നോക്കുക, ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് നോക്കുക, ദെൻ ആ ഓർഡർ പ്രകാരം ബാങ്ക് നോക്കുക, ദെൻ എങ്ങനെയാണ് അവർക്ക് പർച്ചേസ് കൺസിഡറേഷൻ കിട്ടിയത്, ഷെയർ ആയിട്ടാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ആയിട്ടാണ് കിട്ടിയത്. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മാറ്റുക. ദെൻ അവർക്ക് കിട്ടിയ ഷെയർസ് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത്, നവോദയ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഷെയർസ് നവോദയ പ്രിഫറൻസ് ഷെയർസ് നവോദയ ലിമിറ്റഡ്. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് നോക്കുക, അവിടെ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് കാണാൻ 12,000, അതിവിടെ റിയലൈസേഷൻ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ആ അക്കൗണ്ട് നമുക്ക് ടാലിയാവും. 1,32,000 എന്ന് പറഞ്ഞ് നമുക്ക് ആ അക്കൗണ്ടും ടാലിയായി. ദെൻ അടുത്തത് പ്രിഫറൻസ് ഷെയർസ് ഇൻ നവോദയ ലിമിറ്റഡ്, ഇക്വിറ്റി ഷെയർസ് ഇൻ നവോദയ ലിമിറ്റഡ്. സോ ഇത് നമുക്ക് ഓൾറെഡി ക്രോസ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇതിന് മുമ്പുള്ള അക്കൗണ്ടിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇക്വിറ്റി ഷെയർസ് ഇൻ നവോദയ ലിമിറ്റഡ് എവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ കാണാം ഡെബിറ്റ് സൈഡിൽ, അതുകൊണ്ട് ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ് എഴുതി. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രിഫറൻസ് ഷെയർസ് ഇൻ നവോദയ ലിമിറ്റഡിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഡെബിറ്റ് സൈഡിൽ രണ്ടിലും നവോദയ ലിമിറ്റഡ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇത്രയാണ് ലെഡ്ജർ അക്കൗണ്ട്സ് വരുന്നത്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയതാണ്. ക്രോസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഓരോ അക്കൗണ്ടിനും മുമ്പിലത്തെ അക്കൗണ്ടുകൾ നോക്കി അറിയാം നമുക്ക് ആ പ്രിഫറൻസ് ഷെയർസ് നവോദയ ലിമിറ്റഡ് എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് എന്ന് ജസ്റ്റ് നോക്കി അറിയാം. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. ദെൻ അടുത്തത് ജേർണൽ എൻട്രീസ് ആണ്. ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് നവോദയ ലിമിറ്റഡ്. ആദ്യം നമുക്കറിയാം ബിസിനസ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ലിക്വിഡേറ്റർ ഓഫ് നവോദയ ലിമിറ്റഡ് 2,22,000 ആണ്. ദെൻ ഇവിടെ അസറ്റ് എല്ലാം ടേക്ക് ഓവർ ചെയ്തു. അസറ്റ് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ എഗ്രീഡ് വാല്യൂ ആണ്, പക്ഷേ ഇവിടെ എഗ്രീഡ് വാല്യൂ തരാത്ത കാരണം ബുക്ക് വാല്യൂ തന്നെ എഴുതി. ബിൽഡിംഗ്, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ. ദെൻ ഗുഡ് വിൽ എഴുതുമ്പോൾ 1 lakh ആയിരുന്നു ഗുഡ് വിൽ വരുന്നത്, പക്ഷേ അത് തൽക്കാലം എന്ത് ചെയ്തു 1 lakh എന്ന് എഴുതിയിടുക. പെൻസിൽ കൊണ്ട് എഴുതിയിടാവും, കാരണം അത് ഡിഫറൻസ് വരുന്ന എമൗണ്ട് എവിടെയാണോ കുറവ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഡെബിറ്റ് സൈഡാണ് കുറവെങ്കിൽ ആ 1 lakh ഇവിടെ ആഡ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് എന്ന് എഴുതാം, അല്ല എങ്കിൽ ഡെബിറ്റ് സൈഡിൽ നിന്നും മൈനസ് ചെയ്യുക. പക്ഷേ ഒരു അക്കൗണ്ടിൽ ക്യാപിറ്റൽ റിസർവും ഗുഡ് വില്ലും ഒരുമിച്ച് വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നേരെ ഗുഡ് വിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബിൽഡിംഗ്, പ്ലാന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, ഗുഡ് വില്ലിൻ്റെ വാല്യൂ 1 lakh എഴുതി കഴിയുമ്പോൾ 4,57,000 ആണ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചേഴ്സ്, പ്രൊവിഷൻ ഫോർ ഔട്ട് ഡെപ്റ്റ്സ്, ദെൻ ബിസിനസ് പർച്ചേസ് 2,20,000. അപ്പോൾ ഏകദേശം 4,07,500 ആണ്. സോ ഡിഫറൻസ് എമൗണ്ട് ക്രെഡിറ്റ് സൈഡാണ് കുറവ് വരുന്നത്. സോ ആ എമൗണ്ട് ഏതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, ഗുഡ് വില്ലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഡിഫറൻസ് ക്യാപിറ്റൽ റിസർവും ഗുഡ് വില്ലും കൂടി ഒരേ അക്കൗണ്ടിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ അത് ഗുഡ് വില്ലിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് 50,500 കിട്ടുന്നത്. അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ഈ ജേർണൽ എൻട്രി കഴിയുമ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ഡിഫറൻസ് എമൗണ്ട് എവിടെയാണോ അവിടെ ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ഗുഡ് വില്ലിലൂടെ ആഡ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് ആണെങ്കിൽ ഗുഡ് വിൽ ഇല്ല എങ്കിൽ ക്യാപിറ്റൽ റിസർവ് നമ്പർ എഴുതുക. ഗുഡ് വിൽ ഉണ്ടായെങ്കിൽ
അത് ഗുഡ്വില്ലിനെ അതൊന്നും മൈനസ് ചെയ്യുക, ഡിഫറൻസ് എമൗണ്ട് കാണുക. അങ്ങനെ കിട്ടുന്നതാണ് 50,500. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ പറഞ്ഞത് ഞാൻ. ക്യാപിറ്റൽ റിസർവിന് പകരം ഗുഡ്വിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം ഗുഡ്വിൽ അവിടെ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ്. ഡിബഞ്ചേഴ്സ് ഓൾറെഡി അവർക്ക് 5% പ്രീമിയത്തിലാണെന്ന് പറഞ്ഞു. ഡിബഞ്ചേഴ്സ് 1 lakh ഓൾറെഡി നമ്മൾ ഇവിടെ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അപ്റ്റ് ഓൾഡ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സിൻ്റെ ഉദയ ലിമിറ്റഡ് അക്കൗണ്ട് അപ്റ്റ്, അതായത് 1 lakh. ദെൻ പ്രീമിയത്തിലാണെങ്കിലും ഡിസ്കൗണ്ടിലാണെങ്കിലും അത് ഗുഡ്വില്ലിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ ഗുഡ്വില്ലിനകത്ത് വരുന്ന എമൗണ്ട് 5,000 ആണ്. 1 lakhൻ്റെ 5,000, 5% പ്രീമിയം 5,000. സോ 16% ഡിബഞ്ചേഴ്സ് 1,05,000. പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് 1,05,000 വന്നത്. അടുത്ത ലിക്വിഡേറ്റർ ഓഫ് ഉദയ ലിമിറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ എങ്ങനെയാണ് അവർക്ക് പർച്ചേസ് കൺസിഡറേഷൻ കൊടുത്തതെന്നുള്ളതാണ്. ലിക്വിഡേറ്റർ ഉദയ ലിമിറ്റഡിന് കൊടുത്തത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ടും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ടാണ് കൊടുത്തത്. 90,000ഉം 1,32,000ഉം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത്. നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം 11 അല്ലെങ്കിൽ 10, ഏകദേശം 8, 9, 10 വീഡിയോസ് ആയിട്ട് നമ്മൾ ഇതേ പ്രോബ്ലമാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നോക്കിയറിയാം, അമാൽഗമേഷൻ ആണെങ്കിലും അബ്സോർപ്ഷൻ ആണെങ്കിലും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒരേ പാറ്റേണിലാണ് പോകുന്നത്. അത് ചെറിയ ചെറിയ വ്യത്യാസം, ഒരു ഡിഫറൻസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിനകത്ത് ഒരു ചേഞ്ചസും ഇല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏകദേശം ഈ മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. സോ ഒന്നുകൂടി പറയുകയാണ്, എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് കമൻറ്റ് ചെയ്തോളുക, ലൈക്ക് അമർത്തുക. താങ്ക് യു.